ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള മുടി പോകാണ്ടിരിക്കാനും മുടീൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ജെല്ലാണ്. അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നവരുണ്ട്. അല്ലാണ്ട് ഇപ്പം ഞാൻ അലോവേര ജെല്ല് കൂടാണ്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്ത് വരുന്നത് വെച്ചാൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് ഒന്ന് പോവാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഇപ്പം മുടീൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഡെലിവറി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഇപ്പം മുടി പൊഴിഞ്ഞു പോകുന്നവർക്ക് ഇപ്പോഴേ യൂസ് ചെയ്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. ഫ്ലാക്സീഡിൻ്റെ ജെല്ലായിട്ടും അല്ലെങ്കിൽ ഫ്ലാക്സീഡ് ജെല്ലാക്കിയിട്ട് തേങ്ങാപ്പാലിൻ്റെ കൂടെയും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് വെറും ഫ്ലാക്സീഡ്, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മുടി എന്ന് വെച്ചാൽ എൻ്റെ മുടി മുന്നേ ഇതിനകം നല്ല മുടിയായിരുന്നു എനിക്ക്. ഇതിപ്പം ഡെലിവറിക്ക് ശേഷം പോയി അത് ഈ പരുവത്തിലായി. പിന്നെ ഈ പരുവത്തിലുള്ള മുടി പിന്നെയും പോവാണ്ട് ഇപ്പം ഇത്രയെങ്കിലും ബാക്കി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഓയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഓയിലിൻ്റെ റിവ്യൂ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓയിൽ കൂടാണ്ട് ഞാൻ ഇതുപോലെയുള്ള ഓരോരോ കുറച്ച് പൊടിക്കൈ, പിന്നെ പണ്ടേ ചെയ്തിരുന്ന വേറെ കുറച്ച് താളികൾ സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് ചിലവർക്ക് അറിയായിരിക്കും, അത് ഞാൻ ഓരോരോ എപ്പിസോഡായിട്ട് ഇടാം. അപ്പോൾ ഇന്നിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫ്ലാക്സീഡിനെ കൊണ്ടുള്ള ജെല്ലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫ്ലാക്സീഡ്, അറിയായിരിക്കും, അധികം യൂസ് ചെയ്യുന്ന സാധനം തന്നെയായിരിക്കും ഫ്ലാക്സീഡ്. അപ്പോൾ ഇത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. ഞാനിപ്പം ഇത് തലേന്ന് കുതിർത്ത് വെച്ചിട്ടില്ല, ഞാൻ ഡയറക്റ്റ് എടുത്തിട്ട് കാച്ചിട്ട് യൂസ് ചെയ്യാനാണ് പോകുന്നത്, ജെല്ലെടുക്കാനാണ് പോകുന്നത്. ഇതിപ്പം ഇത്ര വെള്ളത്തിൽ, ഇത് ഞാനിപ്പോൾ ഒരു 2.5 ഗ്ലാസ് വെള്ളമെടുത്തിന് ഇതിലേക്ക് ഒരു 2 സ്പൂൺ കുറച്ചും ഇത്രയാണ് ഞാനിപ്പോൾ ചാണകത്തിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളപ്പിക്കണം. ഇതിന് അടിക്ക് പിടിക്കാണ്ട് നോക്കണം. ഇതിപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇളക്കാണ്ടിരിക്കുമ്പം പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതിൻ്റെ ജെല്ലി ഇതിലായി വരുന്നുണ്ട്. പെട്ടെന്ന് നല്ലപോലെ തിളക്കാൻ തുടങ്ങിയാൽ പെട്ടെന്നാണ് അടിക്ക് പിടിക്കുക. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്നല്ല, നമ്മളിപ്പോൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടായാലും ഒരിക്കൽ 2 വട്ടം യൂസ് ചെയ്തതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളിപ്പം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യണ്ടു, ഡെയിലി യൂസ് ചെയ്യൊന്നും വേണ്ട. പിന്നെ കഞ്ഞിവെള്ളം അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ജെല്ലിയായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് മെനക്കെടുകൊണ്ട് തേങ്ങാപ്പാൽ ഇടയ്ക്കേ ആക്കലുള്ളൂ, അല്ലാണ്ട് സാധാരണ ഇങ്ങനെ തന്നെ ആക്കല്. പിന്നെ അലോവേര ജെല്ല് അത് പുറത്തൊന്നും വാങ്ങാനില്ല. ഒന്നുകിൽ അലോവേര ജെല്ല് എൻ്റെ വീട്ടിൽ കുറവായിരുന്നു, അത് നമ്മളെ വീട് അങ്ങനെ ആവുന്നില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടില്ലാന്ന് അലോവേര ജെല്ലിനും എടുക്കൽ. ഇതെന്താ നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ക്യാമറയിലേക്ക് അതിൻ്റെ പുകയാവുന്നുണ്ട്. ശരി തന്നെ, നമ്മൾ ഈ ഡെലിവറിയിൽ കഴിഞ്ഞ ശേഷം എല്ലാവരും കുട്ടികളെ നോക്കുമ്പം മാറ്റിയും സ്ട്രെസ്സെല്ലായിട്ട് നമ്മളിപ്പം മുടീനെ കെയർ ചെയ്യാണ്ടിരിക്കുന്ന അമ്മമാരോട് പറയാം, കെയർ ചെയ്തിട്ടില്ലെങ്കിൽ മുടി പോകാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ്. ഞാൻ ആ സമയത്തൊന്നും കെയർ ചെയ്യലേ ഉണ്ടായില്ല. മോനൊരു 8 മാസമെല്ലാം ആയ സമയത്താണ് പിന്നെ എനിക്ക് ബോധം വന്നത്, എൻ്റെ മുടി ഫുൾ പോയായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെ ഓരോന്നും പിന്നെയും പരീക്ഷിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇതുവരെ യൂസ് ചെയ്തതിൽ അങ്ങനെ
എനിക്ക് തീരെ പറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഏകദേശം ഞാൻ യൂസ് ചെയ്തെല്ലാം എനിക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ എന്ന് തോന്നുന്ന സംഭവങ്ങളെല്ലാം ഞാൻ റെമഡീസ് എല്ലാം ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. എനിക്ക് ഓക്കെ ആയത് മാത്രം, ഓക്കെ ആവാണ്ട് എന്നിട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എനിക്കെല്ലാം പറ്റാറുണ്ട്. പിന്നെ വെച്ചാൽ എല്ലാം നമുക്ക് എല്ലാവർക്കും പറ്റണമെന്നില്ല, എല്ലാവർക്കും പെട്ടെന്ന് ഓക്കെ ആവണമെന്നില്ല. ഇപ്പോൾ ഒന്നിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇപ്പം കുറച്ച് ഒരു 2-3 ആഴ്ച യൂസ് ചെയ്തു, അയ്യോ ഒരു മാറ്റമില്ല എന്നിട്ട് നിർത്തുന്നവർ, അങ്ങനെ നമ്മൾ ക്ഷമയില്ലാണ്ട് ഇനി എന്ത് യൂസ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ സ്നേഹത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആവും തോന്നിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള റെമഡികളെല്ലാം യൂസ് ചെയ്ത് നോക്കിയാൽ എന്തായാലും ഓക്കെ ആവും. മോനെ പ്രസവിച്ച ശേഷം എൻ്റെ മുടി നല്ലോണം പോയിനായിരുന്നു. എവിടെയെല്ലാം ശരിക്കും മൊട്ടച്ചീനെ പോലെ ആയിരുന്നു, എവിടെയെല്ലാം മുടി വന്നതാണ്. ഫോട്ടോ ഞാൻ പിന്നെ നോക്കാം വീഡിയോയിലൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലെയർ അടിച്ച് മുടി അങ്ങനെ ഇങ്ങനെ തറച്ച് മുറിച്ച് വേണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതാക്കാം. ഇപ്പം നല്ലോണം പതക്കാൻ തുടങ്ങി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പം എന്തായാലും ഇത് നല്ലോണം പതച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇപ്പം ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നതാണ്. ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഇതാക്കി വെച്ചിട്ട് ഇത് തണുക്കുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇതാക്കി വെച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വെച്ചു. ഇനി അലക്കാനും പണികളെല്ലാം ഉണ്ട്. ഇത് തണിഞ്ഞ് വരുമ്പോഴത്തേക്ക് അലക്കും ബാക്കി പണികളെല്ലാം ഒക്കെ ആക്കിയിട്ട് എന്നിട്ട് വന്നിട്ട് യൂസ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇത് നാറിട്ട് എന്തായാലും തീ ഇത് ഓഫ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ എന്തായാലും കിടക്കട്ടത്. അതിപ്പോൾ നല്ലോണം തണിയുമ്പോഴത്തേക്ക് നല്ല കട്ടി പോലെ നല്ല ജെല്ലായി മാറും. അപ്പോഴത്തേക്ക് എൻ്റെ പണികളെല്ലാം ഒരുക്കട്ട്. ഓക്കെ, തണിഞ്ഞ് ഏകദേശം ഇതേപോലെ ജെല്ല് പോലെയായി. ഇനിയിപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചിട്ടേ യൂസ് ചെയ്യലുള്ളൂ. അപ്പം അരിച്ചെടുക്കാൻ പോകുന്നു. ഇത് അരിച്ചിട്ട് ഇത് ഇങ്ങനെ എടുത്തു. ഈ ഒരു ഇതിലുണ്ടാവുക കറ്റാർവാഴൻ്റെ അത്ര ജെല്ലി അല്ലെങ്കിലും, പക്ഷെ ഇത് കുറച്ചും കൂടി ശരിക്കും കുറുക്കിയാൽ കുറച്ചും കൂടി ജെല്ലി ആവും. ഞാൻ പിന്നെ ഈ ഒരു ഇതിലാണ് എടുക്കൽ. അപ്പോൾ ഇതിന് എന്തായാലും തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഏതായാലും ജെല്ല് പുരട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായി. ഞാനിപ്പം മുടി ചിക്ക് ചീക്കിയിട്ടുള്ളത് വൃത്തിക്ക് നേരത്തെ ചീർപ്പിനെ കൊണ്ട് പിന്നെ കൈയെ കൊണ്ട് ഞാൻ ഇപ്പം പറയുന്നത് തന്നെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ സാധാരണ ചിക്ക് കളയറ് ജല കളയറ് ഫുൾ കളഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് ഇവിടെ മാത്രം ഓയിൽ യൂസ് ചെയ്തു. ഇനി എന്നതിന് ശേഷമാണ് ഞാൻ സാധാരണ ഇത് അപ്ലൈ ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ഞാൻ തലയോട്ടിയിൽ മാത്രമേ ആക്കലുള്ളൂ, മുഴുവനായിട്ട് വരട്ടലില്ല. നമ്മൾ കുളിക്കുമ്പോൾ സാധാരണ എന്തായാലും മുഴുവനായിട്ടാകുമല്ലോ. പിന്നെ വെച്ചാൽ തണുപ്പ് അധികം പറ്റാത്തവർ ഇത് അധിക സമയം വെക്കുകയേ ചെയ്യാൻ പാടില്ല. ഒരു 5-10 മിനിറ്റ് അത്രേ വെക്കണ്ടു. കാരണം പെട്ടെന്ന് നീരിറക്കം വരുന്ന സംഭവമാണിത്. അതായത് നല്ല തണുപ്പായതുകൊണ്ട് നീരിറങ്ങുന്ന ആൾക്കാർ ഇതധികം കുറേ സമയം വെക്കാനേ പാടില്ല. പക്ഷെ നല്ല എഫക്റ്റുള്ള സാധനമാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ എന്തായാലും വീക്ക്ലി 1 ഡേ എന്നുള്ള പോലെ യൂസ് ചെയ്താൽ എന്തായാലും നല്ല നമ്മുടെ മുടി നല്ല ഇതായി നിൽക്കും. ഇതെനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. നല്ല ജെല്ലി മോഡലായതുകൊണ്ട് ഇപ്പം യൂസ് ചെയ്യാൻ എളുപ്പമല്ലേ.
ഇത് ആക്കാനായാലും നമുക്ക് എളുപ്പമായതുകൊണ്ട് എനിക്കെന്തോ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം കുത്തോട്ടാക്കിയിട്ട് നമുക്ക് ഇതാക്കാം. പിന്നെ വെച്ചാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴായാലും ഓവറായിട്ട് അധികം ഇങ്ങനെ ഇതാക്കി മസാജ് ചെയ്യാൻ നിൽക്കുക. അത് എന്തെന്നാണ് യൂസ് ചെയ്യുന്നതല്ല, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലായാലും ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഓവർ ഹീറ്റാക്കിയിട്ട് മുടിയിൽ പൊട്ടുന്ന അവസ്ഥയിലാക്കാൻ പാടില്ല. എന്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മൈൽഡായിട്ടൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു റൗണ്ടിൽ എന്താ ഇതിന് പറയുകയെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ജസ്റ്റ് റൗണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് എല്ലാവരും ജസ്റ്റ് അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഏകദേശം ശരിക്കും 2 ആൾക്ക് വരെ യൂസ് ചെയ്യാം. പിന്നെ മുടീൻ്റെ കട്ടി അനുസരിച്ചിട്ട് കുറച്ച് ആക്കിയാൽ മതി. കാണാൻ 2 സ്പൂൺ എടുത്തിട്ടില്ലെങ്കിലും കാണാൻ കുറേ ഉണ്ടാവും, അതായത് കുറേ ആവും ഇത് കുറുകി വരുമ്പോൾ. ഏകദേശം ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ഇനിയിപ്പം കെട്ടി വെക്കാം. കെട്ടി വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതിങ്ങനെ കമറ്റി കൊടുക്കുക. ബാക്കി കുറേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഏകദേശം 30-35 മിനിറ്റാണ് ഞാൻ വെക്കൽ. കുഴപ്പമൊന്നുമില്ലാത്തവർ ഏകദേശം ആ ഒരു ടൈം തന്നെ വെച്ചോ. 30-35 മിനിറ്റ് വരെ വെക്കാം. അല്ലാത്തവർ, തണുപ്പിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ അത്ര വെക്കണ്ട. കാരണം നല്ല പെട്ടെന്ന് തണുപ്പിലാവുന്ന സാധനമാണ്. പിന്നെ വെച്ചാൽ ഇത് നമ്മൾ യൂസ് ചെയ്ത ഫസ്റ്റ് യൂസിൽ തന്നെ ഏകദേശം ഫുൾ താരൻ ഇന്ന് ഒരു 2-3 ദിവസത്തേക്ക് എന്തായാലും മാറിയിട്ടുണ്ടാവും. താരൻ ഉണ്ടാവില്ല പെട്ടെന്നൊന്നും. പിന്നെ താരം മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഞാൻ യൂസ് ചെയ്ത്, ഇപ്പം എനിക്ക് താരം തീരെയില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത റെമഡീസ് വെച്ചിട്ടുള്ള സംഭവങ്ങളിൽ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇടാം. ഏകദേശം അതിൽ യൂസ് ചെയ്താൽ താരം പൂർണ്ണമായും പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇതുവരെ ഇപ്പോൾ ഇത്ര വരവായിട്ട് വന്നില്ല. പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായില്ല കേട്ടോ. എനിക്ക് ആകെ ഉണ്ടായത് ഈ ഒരു പ്രശ്നമില്ലായിരുന്നു, ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള മുടി പൊഴിച്ചൽ. പക്ഷെ അത് 1.5 പൊഴിച്ചലാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. നല്ല പൊരിച്ചതായിരുന്നു. എൻ്റെ പണ്ടത്തെ മുടി അറിയുന്നവർ കറിയായിരിക്കും ആ മുടി പോയ പോക്ക്. പക്ഷെ അതിൻ്റെ പകുതി പോലും ഇപ്പം വന്നേ ഇല്ല. സത്യം പറഞ്ഞാൽ വരുമായിരിക്കും. അപ്പോൾ എല്ലാം തേച്ച് ഞാൻ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഷെയർ ചെയ്യുന്ന ടിപ്പുകളെല്ലാം യൂസ് ചെയ്ത് നോക്കുക. എല്ലാവരും പറ്റുന്നവരെല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ വെച്ചാൽ അടുത്ത ടിപ്പായിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ ഇപ്പം എനിക്ക് ഇന്നിപ്പം ഞാൻ ഓൾറെഡി രാവിലെ കഞ്ഞിവെള്ളത്തിൻ്റെ ഞാൻ യൂസ് ചെയ്തിനായിരുന്നു. വീഡിയോ എടുത്തിട്ടില്ല. കഞ്ഞിവെള്ളം രാവിലെ യൂസ് ചെയ്തിനായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. കഞ്ഞിവെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യലുണ്ട്, അതിനൊപ്പം ഇൻഗ്രീഡിയൻസ് വേറെ ചേർത്തിട്ട് യൂസ് ചെയ്യലുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ഇടാം. ഇനിയിപ്പോൾ നാളെ ഇപ്പം ഞാൻ ഉലുവ പുതിർക്കാൻ പോകുന്നുണ്ട്. ഉലുവ തലേന്ന് പുതിർത്തിട്ട് യൂസ് ചെയ്യലുണ്ട്. അതിൻ്റെ വീഡിയോ നാളെ ഞാൻ പറ്റുമെങ്കിൽ നാളെ എടുക്കും. ഇല്ലെങ്കിൽ ഏതോ ഒരു ദിവസത്തെ ടിപ്പിലായിട്ട് ഞാനത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും കൂടി പറയാം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.